പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ നിന്ന് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെത്തി. ഹെലികോപ്റ്ററിൽ വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിലെത്തി അവിടെ നിന്ന് റോഡ് മാർഗമാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. കടുത്ത നിയന്ത്രണങ്ങളാണ് തൃപ്രയാറുമുള്ളത്. ദൂരങ്ങളുമായി കെ.ടി. സ്വാലിഹ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സ്വാലിഹ്, ഇനിയിപ്പോൾ തൃപ്രയാറിൽ രാമക്ഷേത്രത്തിലെ മോദിയുടെ സന്ദർശനം, അതിനുശേഷമാണ് കൊച്ചിയിൽ അടക്കമുള്ള മറ്റു പരിപാടികളിലേക്ക് പോകുക. എങ്ങനെയാണ് തൃപ്രയാറിലെ ഒരു അവസ്ഥ? വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അവിടെയുമുണ്ടോ? എത്ര സമയമാണ് ഇനി മോദി അവിടെ ചെലവഴിക്കുക? സിജു, അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരും. ഇവിടെ നിന്ന് റോഡ് മാർഗം തന്നെയാണ് ഏതാണ്ട് 4 കിലോമീറ്റർ അപ്പുറത്ത് വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. ഈ വഴി മുഴുവൻ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. റോഡിൻ്റെ ഇരുവശവും ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്താണ് ആളുകൾ നിൽക്കുന്നത്. ഇത്തരത്തിൽ വലിയ പോലീസ് ബന്ദോബസ്ത് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം ഉൾപ്പെടെ അടച്ചിട്ടുണ്ടായിരുന്നു. മറ്റു ഭാഗങ്ങളിലൂടെയൊന്നും ക്ഷേത്ര ദർശനത്തിന് വരുന്നവർക്കൊന്നും ഇന്ന് ക്ഷേത്രത്തിലേക്ക് കടക്കാൻ അനുമതി ഇല്ല. ബ്രഹ്മസ്വം മഠത്തിൽ വേദപഠനം നടത്തുന്ന 21 വിദ്യാർത്ഥികളുടെ വേദാർച്ചന ക്ഷേത്രത്തിൽ നടന്നു. രാമായണത്തെ ആസ്പദമാക്കിയുള്ള ഭജനയും പ്രധാനമന്ത്രിക്കായി ഒരുക്കിയിരുന്നു. അത് രണ്ടും പ്രധാനമന്ത്രി പങ്കെടുത്തു. അതിനു മുമ്പ് എത്തിയ ഉടനെ തന്നെ പുറത്തുള്ള മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു പ്രധാനമന്ത്രി. മീനൂട്ട എന്നാണ് ഈ വഴിപാടിന് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ചടങ്ങുകളിലെല്ലാം പങ്കെടുത്താണ് പ്രധാനമന്ത്രി മടങ്ങുന്നത്. വലപ്പാട് നിന്ന് ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് തിരിക്കും. സ്വാലിഹ്, ഇപ്പോൾ നിലവിൽ രാവിലെ തന്നെ ഗുരുവായൂരിലടക്കം വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് മോദിയുടെ വരെ. സ്വാഭാവികമായും VIP എന്നുള്ള അർത്ഥത്തിൽ സാധാരണഗതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞാണ് മോദിയും അതോടൊപ്പം BJPയും സംഘപരിവാറും ഒക്കെ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ്, അതിൻ്റെ പ്രധാനമന്ത്രി, ആ പാർട്ടിയുടെ പ്രധാനമന്ത്രി കൂടി ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ, 48 വിവാഹങ്ങൾ മാറ്റപ്പെടുമ്പോൾ അതിനെതിരെ ഒരു അക്ഷരം പോലും ഇണ്ടാൻ ഇവിടുത്തെ BJPക്കാരോ സംഘപരിവാറുകാരോ തയ്യാറാകുന്നില്ല. മോദി വന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനാണ്. 8:45 കൃത്യം ആ ചടങ്ങിൽ, ആ മുഹൂർത്ത സമയത്ത് തന്നെ പങ്കെടുക്കുകയും ചെയ്തു. ബാക്കി 48 കുടുംബങ്ങളുടെ കാര്യം ചർച്ച ചെയ്യാതെ പോകുന്നത് എന്താണെന്നാണ് ഇപ്പോൾ കേരളത്തിലുള്ളവർ, വിശ്വാസികൾ തന്നെ ചോദിക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഈ തൃപ്രയാറിലെ രാമക്ഷേത്രത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു രാഷ്ട്രീയം കൂടി ഇവിടെ ചർച്ച ചെയ്യാതെ വയ്യ. കാരണം നമുക്കറിയാം, ഈ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ മോദി ഇവിടെ എത്തുന്നത് രണ്ടാം തവണ. അതിൽ തന്നെ 2 ദിവസമാണ് തൃശ്ശൂരിലും എറണാകുളത്തുമായി ചെലവഴിക്കുകയും ചെയ്യുന്നത്. ഇവിടെ മോദി എത്തുമ്പോൾ തൃശ്ശൂരിലേക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ ആരാണെന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴിവിടെ ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും സുരേഷ് ഗോപിയുടെ പേര് വളരെ നേരത്തെ തന്നെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിരിക്കൽ പോലും BJP കൃത്യമായി തന്നെയാണ് ക്ഷേത്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്, വിശ്വാസങ്ങൾ ഉപയോഗപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ഒരേ കാര്യം തന്നെ നമുക്ക് 2 തരത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഗുരുവായൂരിലെ വിശ്വാസികളെ തള്ളുന്നു, തൃപ്രയാറിൽ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ വരുന്നു. മോദിയുടെ പൊള്ളത്തരം കൂടി ഇവിടെ പൊളിഞ്ഞു വീഴേണ്ടതല്ലേ? സിജു സൂചിപ്പിച്ചതുപോലെ തീർത്തും രാഷ്ട്രീയമായ ഒരു സന്ദർശനം കൂടിയാണ് തൃപ്രയാറിലേത്. കഴിഞ്ഞ സന്ദർശനത്തിൽ നമുക്കറിയാം, തൃശ്ശൂർ റൗണ്ടിൽ വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപം അദ്ദേഹം സംസാരിച്ചു പോയതാണ്. പക്ഷേ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കയറി തൊഴാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതേസമയം തൃപ്രയാറിലെത്തുന്നു. ഇത് ശ്രീരാമക്ഷേത്രമാണ്. അയോധ്യയുമായി ബന്ധപ്പെട്ട് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിലേക്ക് BJP രാഷ്ട്രീയമായി കടക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ സന്ദർശനം. ജയ് ശ്രീറാം വിളിച്ച് പ്രവർത്തകർ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ രാമക്ഷേത്രം സാധ്യമാക്കിയ മോദിക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുള്ള ചെറിയ ലഘുലേഖകൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ പൂർണ്ണമായി രാഷ്ട്രീയമായി ഒരുക്കിയ ഒരു സന്ദർശന പരിപാടി കൂടിയാണ് ഇത്. എറണാകുളം ജില്ലയിൽ നിന്നുൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ രാവിലെ മുതൽ ഈ റോഡിൻ്റെ ഇരുവശത്തും, തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ റോഡിന് ഇരുവശത്തും എത്തി കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. മോദിയെ സ്തുതിക്കുന്ന പാട്ടുകളും മറ്റും ഇവിടെ കേൾക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. മറ്റ് ഭക്തിപരമായ പരിപാടികളൊന്നും തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. സാധാരണ രീതിയിൽ ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് പോലും ഇന്ന് ക്ഷേത്രത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല. പ്രധാന റോഡുകളെല്ലാം അടച്ചിരിക്കുന്നു. ഗതാഗതം വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. തൃപ്രയാർ ടൗണിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രമാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഉള്ള പാത. ഇത് പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്. മറ്റു വഴികളിലൂടെ
ക്ഷേത്രങ്ങളിലൊന്നും ഈ ആരാധനയ്ക്കെത്തുന്നവർക്കോ മറ്റോ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം തൃപ്രയാറിൽ ഉണ്ട്. സിജു. സ്വാലിഹാണ് തൃപ്രയാറിൽ നിന്നുള്ള മോദിയുടെ രാമക്ഷേത്ര സന്ദർശനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം തന്നെ രാമക്ഷേത്ര സന്ദർശനം പൂർത്തിയാക്കി മോദി പുറത്തേക്ക് ഇറങ്ങും എന്നുള്ള വിവരങ്ങളാണ് സ്വാലിഹ് നൽകിയത്.